രാവിലെ തൊട്ട് ഇവിടെ നടന്ന ചർച്ചയില്ല. നമുക്കൊരു ഇത്രയും സമയം പോലെ ഈ വിഷയം ചർച്ച ചെയ്യും. ഇതൊരു 3-4 ദിവസമൊക്കെ ചിലപ്പോൾ പറഞ്ഞു നമ്മൾ ഭാവിയിൽ അങ്ങനെ ചിന്തിക്കുന്നത് വളരെ രസകരമായ സംഭവം. ഇവിടെ ആളൊക്കെ വളരെ കുറവാണ്. പക്ഷെ അദ്ദേഹം ഇപ്പം വന്ന് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അദ്വൈത സഭ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് എന്ന് പറയുന്ന കോളം ഇല്ലാതാണ്. അതാണ് ചർച്ചയുടെ ഒരു വിജയം. ഞാനത് ബാക്കിൽ പോയിരുന്നെങ്കിൽ ഇഷ്ടമാണ്. കാസ്റ്റ് എന്ന് പറയുന്ന കുറവുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത് ജനിച്ചു വീഴുമ്പോൾ കുട്ടിയുടെ അടുത്ത് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് യുവർ കാസ്റ്റ്. ആ കുട്ടിയുടെ അടുത്താണ് ചോദിക്കുന്നത്. അവനെ സാധാരണ അവിടെ തൊട്ട് ഈ മുറിപ്പെടുത്തൽ തുടങ്ങുക. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന മുസൽമാൻ, ഇപ്പുറത്തിരിക്കുന്ന ഹിന്ദു, പിന്നെ ഇപ്പുറത്തിരിക്കുന്ന പുലിയൻ എന്നൊക്കെ പറയും. ഇതൊക്കെ ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത പ്രോഗ്രാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു ഞാൻ ബ്രീഫ് ചെയ്തൊക്കെ പറയുന്നത് അവിടെ തുടക്കം അതായിരിക്കണം. ഈ ഇന്നത്തെ നമ്മുടെ ഈ പ്രമേയത്തിൽ ഒരു പ്രധാന കാര്യമായിട്ട് വരുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അതൊന്നും ആലോചിച്ച് നോക്കൂ. ഇപ്പം ഒരു ക്ലാസ്സിൽ സ്വാഭാവികമായിട്ട് കുട്ടികളൊക്കെ അങ്ങനെയാണ് അറിയുന്നത്. ഇപ്പം പണ്ടങ്ങനെ അറിയുന്നത് ലംസം ഗ്രാൻഡ് കൊടുക്കുമ്പോഴാണ് അവർ നമ്മളെ കുറിച്ച് അന്നതാണ് മറ്റവർക്ക് അത് കിട്ടുന്നത്. കൊടുക്കേണ്ടതല്ല പറഞ്ഞു, കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുക്കണം. ആർക്കാണോ ഇല്ലാത്ത അത് നമ്മളോട് പറയാം. പിന്നെ വേറെ തലത്തിൽ നമുക്ക് ചർച്ച ചെയ്യണം. പക്ഷേ ക്ലാസ്സിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന കുഞ്ഞുങ്ങൾ തമ്മിൽ നല്ല ബന്ധം. എല്ലാവരും തുല്യരാണോ അവിടെ? എല്ലാവരുടെ അച്ഛൻ്റെ അമ്മയുടെയും മക്കളായിട്ട് വരുന്നു. ഇത് മറ്റേ വരുന്ന അങ്ങനല്ലേ. മറ്റേ ഇന്നയാളുടെ മോനാണ്, മറ്റേ ഇന്ന മേനോൻ്റെ മോനാണ്, മറ്റേ ശങ്കർ അല്ല മേനോ എന്നൊക്കെ പറഞ്ഞാൽ വല്ല കഥയുള്ളതാണ്. മേനോ എന്നൊക്കെ പറഞ്ഞാൽ വല്ല വിവരമുള്ള ടൈപ്പാണ് ഇതിന് കൂടുതൽ. അതൊക്കെ എവിടെ താമസിക്കും അടിച്ചുവിട്ടങ്ങ് വെച്ചേക്ക് മേനോന്ന് പിള്ളേരും ഇതുകൊണ്ട് മനുഷ്യനോട് വല്ല ബന്ധവും അങ്ങനെയൊന്നും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ സംഘാടകരെ ഉദ്ദേശിച്ചത് ഏറ്റവും അവസാനമായി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ആൻ്റെ കൂടെ വാങ്ങിയിട്ടില്ല. പക്ഷെ വന്ന് സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം വന്ന കാര്യം പറഞ്ഞു. വളരെ സന്തോഷം. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ സഭ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് വന്നു. അടുത്തതായി ശ്രീ ഗോപകുമാർ.